ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ശനിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങളൊന്ന് പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാം റെഡിയായി, വീടൊക്കെ ലോക്ക് ചെയ്ത് നമ്മളിതാ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടേക്കാണെന്നല്ലേ അത് വഴിയെ പറയാം. ഈ ലോകത്ത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് ബാക്കി നമ്മൾ മാത്രമേ ഉള്ളൂ ബൺമസ്ക് ഉണ്ടാക്കാൻ. സോ നമുക്ക് അതെ, അപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിന്ന് ബൺ മസ്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 1-2 മാസമായിട്ട് ഈ ബൺ മസ്കയാണല്ലോ ഇപ്പോൾ കേരളത്തിലെ തരംഗം. അപ്പോൾ എന്തായാലും നമുക്കും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ ചായ് കപ്പിളിൻ്റെ അടുത്ത് നിന്ന് ഈ ബൺ മസ്ക കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ എന്തായാലും അതിനൊന്ന് ശ്രമം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ബൺ മസ്ക ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. ഇതിനിപ്പം ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കും ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ. എങ്കിലും നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഈ ബൺ മസ്ക ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡാണ് നോക്കിയത്, പക്ഷേ അവിടെ മിത്തായി മെയ്റ്റാണ് കിട്ടിയത്. എന്തായാലും രണ്ടിനും ഒരേ ഫ്ലേവർ ആയതുകൊണ്ട് അതെടുത്തു. പിന്നെ നമ്മളൊരു വാനില എസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബട്ടർ, അതായത് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് 3ഉം എടുത്തപ്പോൾ എത്രയാണ് ബില്ലെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. നമ്മളൊരു ബൺ മസ്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ 3 ഇൻഗ്രീഡിയൻസിന് നമുക്കായത് 321 രൂപയായിരുന്നു. ബില്ല് വന്നപ്പോൾ ഞങ്ങളൊന്ന് രണ്ടാമത് ചിന്തിച്ചു, ഇതുണ്ടാക്കണോ വേണ്ടയോ എന്ന്. പിന്നെ വിചാരിച്ചു ഇത് വല്ലപ്പോഴും ഇത് ഈ ഒരു ഒറ്റ വട്ടമായിരിക്കും നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എന്തായാലും തുനിഞ്ഞിറങ്ങിയതല്ലേ, മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ബൺ മസ്കയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തെ കടയിൽ നമ്മൾ കുറച്ച് പഴം കണ്ടു. അപ്പോൾ നമ്മുടെ മോൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ചെറുപഴം. അപ്പോൾ അതും കൂടി വാങ്ങി അങ്ങനെ നമ്മൾ നടന്നിതാ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സൺസെറ്റൊക്കെ കണ്ടിട്ട് മെല്ലെയാണ് കയറിപ്പോയത്. ഇനി ബാക്കി അംഗം വിട്ട് അടുക്കളയിൽ ചെന്നിട്ട് കാണാം. നമ്മുടെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബൺ ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ബൺ മസ്ക. അപ്പോൾ നമ്മുടെ ബൺ മസ്കയിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനായിട്ട് ആദ്യം നമ്മൾ ബട്ടർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞങ്ങൾ കുറച്ച് മധുരപ്രിയരായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-3 തുള്ളി വാനില എസൻസും കൂടി ചേർക്കണം. ഇത് തികച്ചും ഓപ്ഷണലാണ് എന്നാണ് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത്. എന്തായാലും ഞങ്ങളത് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നല്ല പോലെ അത് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഉണ്ടാക്കുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ദിസ് ഈസ് മസാല ചായ ഗൈസ്. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ മുന്നേ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഗ്യാരണ്ടി ഐറ്റമാണ്. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക തുടങ്ങിയ മസാല കൂട്ടുകൾ എടുക്കുക. അതിലേക്ക് നമ്മുടെ പാലൊഴിക്കുക, ചായപ്പൊടി ഇടുക, പഞ്ചസാര ഇടുക. അത് നല്ലപോലെ തിളച്ച് വന്നാൽ മസാല ചായ റെഡിയാവും. ആ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കോലത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ മസ്ക കുറച്ച് ഓവറായിപ്പോയി ഗൈസ്. അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കൂടിപ്പോയി. എങ്കിലും ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് അടിപൊളി ആയതുകൊണ്ട് നമ്മൾ അത് വെച്ച് തന്നെ മുന്നോട്ട് പോയി. കാരണം ഇത് നമുക്ക് കഴിക്കാനാണല്ലോ. അങ്ങനെ നമ്മൾ ബണ്ണൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫില്ലിങ്, അതിലേക്ക് നമ്മുടെ ബട്ടർ ക്രീം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മളങ്ങനെ എല്ലാ ബണ്ണും ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ബണ്ണൊക്കെ റെഡിയാക്കി. പിന്നെ ഈ കട്ടൻ ചായ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യം ഉണ്ടാക്കിയ മസാല ചായ എവിടെയെന്ന്. എൻ്റെ ഭർത്താവ് പാല് കുടിക്കില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിന് കട്ടൻ ചായയും എനിക്ക് പാൽ ചായയുമാണ്. അപ്പോൾ ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എൻ്റെ മോൻ ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ എൻ്റെ ആ സ്നേഹം തിരസ്കരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഞാനൊരു ക്രീം ബൺ ലവറാണ്. അതുകൊണ്ടായിരിക്കാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ചായ് കപ്പിളിൻ്റെ ബൺ മസ്കയുടെ അത്ര ഒന്നും വരില്ല കേട്ടോ. പക്ഷേ എൻ്റെ മസാല ചായ അത് ഒന്നും പറയാനില്ല. ദാറ്റ് വാസ് ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ പരീക്ഷണങ്ങളായിട്ട് ഞങ്ങൾ വരാം. ബൈ.